Hi friends and welcome back to Nutties vlog. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചൊരു കിഡിലൻ സൈഡ് ഡിഷ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയാൽ അധികം ഓർഡർ ചെയ്യുന്ന നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, അതായത് ചിക്കൻ ചുക്ക. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇതാ കാണിക്കുന്നു. അത് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ചിക്കൻ പറയണ്ടല്ലോ. ചിക്കൻ ഇവിടെ എടുത്തത് 750 ഗ്രാം ചിക്കൻ ആണ്. 1 kg തികച്ചുമില്ല, അതിൽ കുറച്ച് കുറവാണ്, 750 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഐറ്റം ആണ് ഉള്ളി, സവോള. ഇത് നമ്മൾ ചിക്കൻ എത്ര എടുക്കുന്നു, ഇപ്പൊ ആ ബൗള് നിറച്ച് ചിക്കൻ എടുത്താൽ അതേ അളവില് സവോളയും കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാൽ വേറെ ഐറ്റംസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അത്രയും സവോള എടുക്കാം. പിന്നെ ഇതിനു വേണ്ട മസാലക്കൂട്ട് പറയാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, പിന്നെ പെപ്പർ പൗഡർ 2 ടീസ്പൂൺ, പിന്നെ വരുന്നത് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ, പിന്നെ ചില്ലി പൗഡർ 2 ടീസ്പൂൺ, പിന്നെ നമുക്ക് കുറച്ച് 1/2 ടീസ്പൂണോളം ഗരം മസാല. അപ്പൊ ഇത്രയാണ് ഇതിന് വേണ്ട മസാലക്കൂട്ട്. ഇതിന് എരിവ് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പെപ്പർ പൗഡർ ഒക്കെ കൂടുതൽ ഇടാം. ചില്ലി പൗഡർ കൂടുതൽ ഇട്ടാൽ വേറൊരു ഫ്ലേവർ ആവും. അതേപോലെ ഉള്ളി നമ്മളിങ്ങനെ പച്ചക്കല്ല ഇടുന്നത്, അത് ഫ്രൈ ചെയ്തിടാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. അപ്പൊ ഇത്രയും സാധനം നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇതാ ഉള്ളി ഫ്രൈ ചെയ്ത് വന്നപ്പോ ഇതാ നിങ്ങൾക്ക് കാണാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഉള്ളിയാണ് ഈ ചിക്കൻ ചുക്കേന്റെ ഫ്ലേവർ ഫുള്ള് തരുന്നത്. അപ്പൊ കുറച്ച് അത്യാവശ്യം നല്ലോണം ഉള്ളി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. ഒരു ലാർജ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതാ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞ പോലെ 750 ഗ്രാം ചിക്കൻ ഉണ്ട്. ബോണോട് കൂടിയാണ്, ബോൺലെസ് പീസസ് ഒന്നും അല്ല എടുത്തത്, ബോണോട് കൂടിയുള്ള ചിക്കൻ. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്യാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ ഈ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിന്റെ ഫ്ലേവർ ഒക്കെ തരുന്നത് ഈ ഉള്ളിയാണ്. അപ്പോൾ യൂണിഫോം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ വേണം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഒരുപാട് ഓയിലിട്ട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, നമുക്ക് ബാക്കി ഓയിലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കി ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് മസാലക്കൂട്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. പിന്നെ പെപ്പറാണ് ഇതിന്റെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ചില്ലി പൗഡറിനെക്കാളും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അതേപോലെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഒരുപാട് മസാലയൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂണോളമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതൊന്നും ഇത്തിരി കൂടിയാലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, നല്ലതായിരിക്കും. ഇനി നമുക്ക് ഉള്ളത് കറിവേപ്പിലയും മല്ലിയിലയും. അപ്പൊ അതും കൂടെ നമുക്ക് ഈ മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഒരു സ്പൂണോളം വിനീഗർ ആഡ് ചെയ്യണം, സുർക്ക. അപ്പൊ 1 സ്പൂൺ വിനീഗർ ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്രയും ആയിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ പറയാൻ വിട്ടു, ഉള്ളി നമ്മൾ വഴറ്റുമ്പം, ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഉള്ളിയിലേക്ക് നമ്മൾ ആ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് അനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ചിക്കനിലേക്കൊക്കെ ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമായിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പം ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ചെയ്തിട്ട് പിന്നെ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പം ഇതാ നിങ്ങൾക്കിപ്പോ തന്നെ കാണാൻ നല്ല കളർഫുൾ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുക്കിംഗ് ഒരുപാട്, ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു, അത്രേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പൊ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇതാ ഇങ്ങനെ ഇനി ഈ മിക്സ് നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്തിരുന്ന പാനിലേക്ക്, ഒരു കടായി പാനാണ്, അതിൽ ബാക്കി വന്ന എണ്ണയാണ് നിങ്ങൾക്ക് കാണാതെ. കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്തത്, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ
1 hour മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് കുക്കിങ്ങിന് നമ്മൾ വെള്ളം ഒന്നും ചേർക്കൂല. അപ്പം നമ്മളെ ചിക്കൻ തന്നെ കുറച്ച് ചൂടായി വന്നാൽ അതിന്ന് ഇങ്ങനെ വെള്ളം കുറച്ച് ഓയിലി ആയിട്ടൊക്കെ വരും. അപ്പൊ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് വരിക. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റാർട്ടിങ്ങിലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിനൊരു ചെറിയ സ്ലൈറ്റ് കളർ ചേഞ്ച് ഒക്കെ കാണാം. അപ്പൊ ആ കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെക്കാം. അപ്പൊ അങ്ങനെയാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെക്കുക. ഇനി ലോ ഫ്ലെയിമിലാണ് ഇനി ബാക്കി ഫുള്ള് കുക്കായിട്ട് വരട്ടെ. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ വെള്ളമൊക്കെ വന്നു. ഓയിലി ഒരു വെള്ളം വന്നു. ആ ചിക്കൻ തന്നെ ഇറങ്ങി വന്നതാണ്, വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. പിന്നെ വെരി ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്, അത് ശ്രദ്ധിക്കുക, അടിയിലൊന്നും പിടിക്കരുത്. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 35 മിനിറ്റ്സ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം. 35 മിനിറ്റ്സ് കഴിയുമ്പോഴേക്ക് ഈ വെള്ളം ഓയിലൊക്കെ വറ്റി വന്നിട്ട് ഇത് നല്ലൊരു കളറിലേക്ക്, നല്ലൊരു ഭംഗിയുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറി വരും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഒരു 30 മിനിറ്റ്സ് ആയി. 30 മിനിറ്റ്സ് ആയപ്പോൾ ഇതാ നന്നായിട്ട് ആ വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ ടൈപ്പ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണില്ല, ഉള്ളിയൊക്കെ അതിലേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ്സും കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇതാ 5 മിനിറ്റ്സും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ അധികം ഓയിലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാധനമാണ്, ഒരു സൈഡ് ഡിഷാണ് ചിക്കൻ ചുക്ക. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് എന്ത് ഫ്രൈഡ് റൈസോ ഗീ റൈസോ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട എന്തിനും സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ചോറിന് തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് സ്വാദോടെ കഴിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.